അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഖൽബ് നിറച്ച് ദുആ ചെയ്തവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഇതിനെ കാത്തിരിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലഗ്നാ റമളാൻ. അല്ലാഹു പരിശുദ്ധമായ റജബിലും ശഅബാനിലും വലിയ ബറക്കത്ത് അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. റമളാനിലേക്ക് അല്ലാഹു നമ്മുടെ ആയുസ്സിനെ അല്ലാഹു കൊണ്ടെത്തിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ റമളാനിൽ ഒരുപാട് സൽപ്രവർത്തനങ്ങൾ വഴി സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ വലിയ തൗഫീഖ് അല്ലാഹു നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയമാണ് ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ പഠിക്കുന്നത്. സമയം വളരെ കുറവാണ്, നമുക്ക് ആർക്ക് സമയം, എല്ലാവരും ബിസിയാണ്. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ പ്രതിഫലങ്ങൾ നിറഞ്ഞ ഒരുപാട് അല്ലാഹു പർവ്വത സമാനമായ പ്രതിഫലങ്ങൾ വാരിക്കോരി തരുന്ന ഒരു മാസത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ റജബ്, റജബൻ ഷഹറുള്ള, അത് അല്ലാഹുവിന്റെ മാസമാണ്. ഈ പരിശുദ്ധമായ റജബിൽ നാം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നാം അനുവർത്തിക്കേണ്ട, നാം ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിലൂടെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ഈ 12 വിഭാഗം ആളുകൾ, 12 വിഭാഗം ആളുകൾ റജബ് മാസത്തിൽ അല്ലാഹുവിന്റെ ഒരു കരുണയും പ്രതീക്ഷിക്കേണ്ട. അള്ളാഹിന്റെ മാസത്തോട് ചേർത്തു പറഞ്ഞ അല്ലാഹുവിന്റെ ഔദാര്യം, അല്ലാഹുവിന്റെ കാരുണ്യം ചുരിയുന്ന ഈ റജബ് മാസത്തിൽ 12 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ കരുണ പ്രതീക്ഷിക്കണ്ട. അല്ലാഹു അവന് ആ റജബിന്റെ പ്രതിഫലങ്ങൾ ഒന്നും അവന് കൊടുക്കൂല. റജബിൽ അല്ലാഹു നോക്കുക പോലും ചെയ്യൂല എന്ന് മഹാരഥന്മാർ മുത്തനബി തങ്ങളുടെ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞ ആ 12 വിഭാഗത്തെ നമ്മൾ പറയുകയാണ്. ഈ 12 വിഭാഗത്തിൽ ഏതിലെങ്കിലും ഒന്നിൽ നമ്മളുണ്ട് എങ്കിൽ നമുക്ക് നരകം ഉറപ്പാണ്. അതുകൊണ്ട് തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, ചെയ്തു പോയ പാപം റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞിട്ട് തൗബ ചെയ്തു മടങ്ങിയിട്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കും. ഈ റജബില്ലെങ്കിൽ നമുക്ക് നാശം വാങ്ങിത്തരും, നരകം വാങ്ങിത്തരും, പരാജയമാണ്. അള്ളാഹു നമുക്കാകട്ടെ. ഞാൻ വേഗം പറഞ്ഞു പോവാണ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തത്, ഭർത്താവിനോട് നന്ദി ചെയ്യാത്ത പെണ്ണ്, ഭർത്താവിനോട് നന്ദി ചെയ്യാത്ത ഭാര്യ. അള്ളാഹിന്റെ റസൂല് പറഞ്ഞില്ലേ, അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ അള്ളാഹ് കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഞങ്ങൾ കുറെ കേൾക്കണതാ. ഭാര്യ ഭർത്താവിന്റെ ശരീരം പൊട്ടിയാൽ നാവ് കൊണ്ട് അതിന്റെ ചലം പോലും നക്കിയെടുത്താൽ പോലും കടമ തീരൂല. ഇതൊക്കെ പറഞ്ഞു ഉസ്താദന്മാരെ വഅള് പറയും. ഇവിടെ നമ്മളെന്നെ സ്വർണം വാങ്ങിപ്പോകും, സ്വർണവും പൈസയൊക്കെ വാങ്ങും. ഇതൊക്കെ നമ്മൾ കേൾക്കണതാ. അല്ല ഉമ്മമാരെ, നമ്മൾ മനസ്സിലാക്കണം, ഭർത്താവിന്റെ പൊരുത്തം ഭാര്യയ്ക്കും ഭാര്യയുടെ പൊരുത്തം ഭർത്താവിനും വേണമെന്നാണ്. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ കരുണയുടെ നോട്ടം നോക്കൂല ഭർത്താവിനോട് നന്ദികേട് കാണിച്ചാൽ. നന്ദികേട് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു, പാവപ്പെട്ട ആൾ മറന്നു പോവുകയോ പൈസ ഇല്ലാത്തതിന്റെ പേര് വാങ്ങുകയോ ചെയ്തില്ല, അന്ന് വരെ ചെയ്ത എല്ലാ നന്മകളും നിഷ്ഫലമാണ്. നിങ്ങളല്ലെങ്കിലും അങ്ങനാണ്, അങ്ങനെ വാങ്ങിത്തരൂല, ഇങ്ങനെ വാങ്ങിത്തരൂല, എന്നെ അവിടെ കൊണ്ടുപോകൂല, ഇവിടെ കൊണ്ടുപോകൂല, നിങ്ങളെ കെട്ടിയ തന്നെ വലിയ ശല്യമായി, നിങ്ങളെ കെട്ടി തന്നെ മാരെ. നന്ദികേട് അവന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വാക്കിൽ വന്നാൽ അള്ളാഹിന്റെ കരുണ പ്രതീക്ഷിക്കേണ്ട. ഭർത്താവിന് നന്ദി കെട്ട, ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്ന പല വാക്കിലാകട്ടെ, നോട്ടത്തിലാകട്ടെ, പെരുമാറ്റത്തിലാകട്ടെ, ശരീരത്തെ വഞ്ചിക്കുന്നവളാകട്ടെ, മനസ്സുകൊണ്ട് വഞ്ചിക്കുന്നവളാകട്ടെ, ഏതുമാകട്ടെ, പാതിരാത്രി ഭർത്താവിനെ വഞ്ചിച്ച് ഫോണിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ കാമുകരുമായി ചാറ്റുന്ന പെണ്ണേ, അള്ളാഹുവിന്റെ നരകം നീ ഉറപ്പിച്ചോ. റജബ് നിനക്ക് ശാപമാണ്, നിനക്ക് അള്ളാഹുവിന്റെ കരുണ നിനക്ക് പ്രതീക്ഷിക്കണ്ട എന്ന് മഹാരഥന്മാർ. രണ്ടാമത്തെ വിഭാഗം, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ. ആക്കുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടികൾ. പന്ത് തട്ടുന്നത് പോലെ 10 ദിവസം നിന്റെ വീട്ടിൽ നിൽക്കട്ടെ, 10 ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കട്ടെ, 10 ദിവസം അനുജത്തിന്റെ വീട്ടിൽ നിൽക്കട്ടെ, അനുജന്റെ വീട്ടിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഉമ്മക്കും വാപ്പക്കും വേണ്ടി തമ്മിലടിക്കുന്ന, നീ നോക്ക് എന്ന് പറഞ്ഞ് പരസ്പരം പിണങ്ങുന്ന മക്കളെ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നബി തങ്ങൾ പറഞ്ഞത്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാന്ന് പറഞ്ഞാൽ അവരെ അടിക്കണ്ട, അവരെ തൊഴിക്കണ്ട, ചീത്ത വിളിക്കണ്ട. പിന്നെയോ നബി തങ്ങൾ പറഞ്ഞത്, നിന്റെ ഉമ്മയുടെ, നിന്റെ വാപ്പയുടെ കണ്ണിൽ നിന്ന് മിസിൽ റഅസി ദുബാബ്, ഒരു ഈച്ചയുടെ അളവ് നീ കാരണം കണ്ണുനീർ വന്നിട്ടുണ്ട് എങ്കിൽ ഹസ്റത്തു ദുനിയാ വൽ ആഖിറ, ദുനിയാവും ആഖിറവും നീ പരാജയപ്പെട്ടു പോകുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്.
അപ്പൊ നമ്മളെ ഖുർആൻ പറഞ്ഞ എന്താ, വലാ തഖുല്ലഹുമാ ഉഫിൻ, അവരോട് ഛേ എന്ന് പോലും പറയാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരെന്തോ തിരിച്ചു പറഞ്ഞു, അപ്പൊ ഛേ നിങ്ങൾ മിണ്ടായിരുന്നാണ്, പറയല്ലേ പറയല്ലേ. അവരുടെ ശാപം നിന്നെ നരകത്തിലെത്തിക്കും, അവരുടെ ദുആ നിന്നെ സ്വർഗത്തിലെത്തിക്കും. അവിടെയാണ് മാതാപിതാക്കളുടെ പൊരുത്തമില്ലേ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവരാണോ, മാതാപിതാക്കളെ വ്യസ്താതെ എന്റെ ഉമ്മ മരണപ്പെട്ട് പലതും പറഞ്ഞു പോയി, പൊരുത്തം ചോദിക്കാൻ ഉമ്മ ജീവിച്ചിരിപ്പില്ല, ആ ഖബറിന്റെ ചാരത്ത് പോയി ഒന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യും. പെങ്ങളെ നിനക്ക് അവിടെ പോകാൻ കഴിയില്ലെങ്കിൽ വീട്ടിലിരുന്ന് ഉമ്മക്ക് വേണ്ടി യാസീൻ ഓതിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ് നിങ്ങൾക്ക് പൊരുത്തം, അത് ചെയ്യുക. രണ്ട്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ. മൂന്നാമത്തത് ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുന്നവർ. ചെയ്ത കാര്യങ്ങൾ റജബിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ്. ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുക എന്ന് പറഞ്ഞാൽ, നമ്മളൊരാൾക്ക് ഓളുടെ മകളുടെ വിവാഹത്തിന് പൈസ കൊടുത്തു, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എടാ നിന്റെ മോളെ കെട്ടിക്കാൻ ഞാൻ തന്നില്ലേ പറയരുത്. അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം ചെയ്യപ്പെടാ, നിനക്ക് നീ വീണ് കിടന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ, നിനക്ക് അവിടെ തന്നില്ലേ, ഇത് തന്നില്ലേ. ചെയ്തു പോയ നന്മകളെല്ലാം എടുത്തു പറയുന്നവർക്ക് അള്ളാഹുവിന്റെ കരുണ പ്രതീക്ഷിക്കണ്ട. അവർക്ക് റജബ് അനുകൂലമാകൂല. റജബിൽ ചെയ്ത പ്രവർത്തനങ്ങൾ പാഴ്ഫലമാണ്. അതുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയാതിരിക്കുക. നാലാമത്തത് ആൺ വേഷം കിട്ടുന്ന പെണ്ണും പെണ്ണ് വേഷം കിട്ടുന്ന ആണും. നമ്മുടെ മക്കൾ കോളേജ് ക്യാമ്പസുകളിൽ പഠിക്കാണ്, അവർ പറയുന്ന പേക്കൂത്തുകൾക്ക് നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല. ഇന്ന് സ്ത്രീകൾ പെൺകുട്ടികൾ ധരിക്കുന്നത് പുരുഷന്മാരുടെ വസ്ത്രമാണ്, പുരുഷന്മാർ ധരിക്കുന്നതാകട്ടെ പെൺകുട്ടികളുടെ വസ്ത്രമാണ്. ഇന്ന് ആണേത് പെണ്ണേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കാലം. ഞാനത് പറയുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടൂല, പലരും അതിനെ ട്രോളാൻ വരും. ഇപ്പോഴും നേരം വെളുക്കാത്ത മൊയ്ലിയാർ എന്നൊക്കെ പറയും. ഒരു പ്രശ്നമില്ല, ദീൻ പറയലാണ്, അത് പണ്ഡിതന്മാരുടെ ധർമ്മമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉസ്താദുമാരെ കാണിച്ചെന്ന മാതൃകയാണ്. മൻ റആ മിൻകുമുൽ മുഗയ്യറൻ, നിങ്ങൾ തെറ്റ് കണ്ടാൽ അത് എതിർക്കുക വേണം, അത് ഈമാനിന്റെ ഭാഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണും ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണിനും അള്ളാഹുവിന്റെ കരുണ പ്രതീക്ഷിക്കണ്ട. അഞ്ചാമത്തത് നബി തങ്ങൾ പഠിപ്പിച്ചത്, ദരിദ്രനായ അഹങ്കാരി, ഒന്നുമില്ല കേറിക്കിടക്കണം ഇല്ല, എന്നാൽ അഹങ്കാരത്തിനൊരു കുറവില്ല. മൻ തകബ്ബറ വലഹുല്ലാഹ്, അഹങ്കരിക്കുന്നവൻ അല്ലാഹു താഴ്ത്തുമെന്നാണ്. മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ കിബ്ർ, അഹങ്കാരത്തിന്റെ അണുമണി തൂക്കം ആരുടെ ഹൃദയാന്തരങ്ങളിലുണ്ടോ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗം പ്രതീക്ഷിക്കണ്ട എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദരിദ്രനായ അഹങ്കാരി, സമ്പത്തുണ്ടെങ്കിൽ അഹങ്കാരം പാടില്ല, അഹങ്കരിക്കുന്നവരാണോ അള്ളാന്റെ കരുണ പ്രതീക്ഷിക്കണ്ട. ആറാമത്തത് മനഃപൂർവ്വം വസ്ത്രം വലിച്ചിഴഞ്ഞു നടക്കുന്നവർ, കണ്ണങ്കാലിന് താഴെ അഹങ്കാരമായി ആർഭാടമായി എന്താ പറയാ പൊങ്ങച്ചത്തിന് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ വസ്ത്രങ്ങൾ വലിച്ചിഴച്ച് നടക്കുന്നവരെ അള്ളാഹുവിന്റെ കരുണ പ്രതീക്ഷിക്കണ്ട. അതുപോലെ ഏഴാമത്തത് സ്വന്തം ആവശ്യത്തിന് ശേഷം വെള്ളം തടഞ്ഞു വെക്കുന്നവർ. അപ്പൊ നമ്മുടെ വീട്ടിൽ വെള്ളമുണ്ട്, ചൂട് സമയമാണ്, വെള്ളമൊക്കെ കിണറ്റിൽ വറ്റി തുടങ്ങി, നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് വെള്ളം കുറച്ച് ബാക്കിയുണ്ട്, നാളത്തേക്ക് നമ്മൾ മാറ്റി വെക്കാതെ അത് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കണം. വെള്ളത്തിന്റെ അവകാശം അള്ളയാണ്. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് മതി. ഇപ്പൊ നമ്മൾ പറയാണ് ഇത്തിരി വെള്ളമുള്ളൂ കേട്ടോ, അത് എന്താ തുണി കഴുകാനുണ്ട്, അല്ലെങ്കിൽ ഇത് കുളിക്കാറുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം, ഉണ്ടെങ്കിൽ തരാം എന്ന് പറയണം. വെള്ളം തടഞ്ഞു വെക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ആവശ്യത്തിന് ശേഷം ബാക്കി വരുന്ന വെള്ളത്തെ തടഞ്ഞു വെക്കുന്നവനും അള്ളാഹുവിന്റെ കരുണ പ്രതീക്ഷിക്കേണ്ട. ചൂട് സമയങ്ങൾ വന്നു തുടങ്ങി, അതുകൊണ്ട് തന്നെ വെള്ളങ്ങളൊക്കെ പലയിടത്തും വറ്റുന്നു, നമ്മൾ വെള്ളം കൊടുക്കുക നല്ല കാര്യമാണ്. അതുപോലെ എട്ടാമത്തത് വൃദ്ധനായ വ്യഭിചാരി. വ്യഭിചാരം ശിക്ഷയാണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു വലാ തഖറബു സിന, വ്യഭിചാരത്തോട് അടുക്കരുത് എന്നാണ്. നബി തങ്ങൾ എടുത്തു പറഞ്ഞു, ആരോഗ്യം ക്ഷീണിച്ച അല്ലെങ്കിൽ വയസ്സായ പ്രായമുള്ള ആളുകൾ വ്യഭിചരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കരുണ പ്രതീക്ഷിക്കണ്ട. അതുപോലെ കള്ളം പറഞ്ഞിട്ട് ചരക്ക് വിൽക്കുന്നവർ, ഒരു സാധനം കച്ചവടം ചെയ്യാണ്, അത് ഇന്ന ന്യൂനതയുണ്ട്, ന്യൂനത നമ്മൾ പറയണം. ഇതല്ലാതെ മക്കത്ത് നിന്ന് കൊണ്ടുവന്നതാണ്, മദീനത്ത് നിന്ന് കൊണ്ടുവന്നാണ്, ഇത് വാങ്ങിയ പിന്നെ ഒരു പ്രശ്നം നിങ്ങളെ പേടിക്കണ്ട എന്ന് പറഞ്ഞ് എന്തെല്ലാം പരസ്യങ്ങളാണ്, എന്തൊക്കെ പരസ്യങ്ങളാണ് ഇല്ലേ. എല്ലാ കാര്യത്തിനും ഇന്ന് പരസ്യങ്ങളുടെ മേളമാണ്. ഈ അടുത്ത് ഒരു പരസ്യം കണ്ടത്, വരൂ കിടക്കൂ ആസ്വദിക്കൂ സുഖമായി യാത്ര പോകൂ. എന്താണെന്നറിയോ? മയ്യത്ത് കെട്ടിലിന്റെ പരസ്യം. സുബ്ഹാനല്ലാഹ്. വരൂ കിടക്കൂ ആസ്വദിക്കൂ സുഖമായ യാത്ര ചെയ്യൂ. മയ്യത്ത് കെട്ടിലിന്റെ പരസ്യമാണ്, മയ്യത്ത് പെട്ടിയുടെ അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. പരസ്യങ്ങൾ ഇന്ന് മനുഷ്യനെ ഭ്രമം പിടിപ്പിക്കുന്ന കാലാണ്. അങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ ന്യൂനത മറച്ചു വെച്ച് കച്ചവടം ചെയ്താൽ അള്ളാഹുവിന്റെ കരുണ പ്രതീക്ഷിക്കണ്ട. പത്താമത്തത് കളവുള്ള ഭരണാധികാരികൾ കളവ്
പറയാൻ പാടില്ല. അള്ളാഹിന്റെ ഖുർആൻ പറയുന്നു കൂനു മഅസ്വാദിഖീൻ, സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങൾ കൂടുക. മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ എന്താ പറഞ്ഞ്, കള്ളം പറയരുത് ഉമ്മ ചൊന്നാരെ കള്ളന്റെ കയ്യിൽ പൊന്നു കൊടുത്തവർ പാട്ടൊക്കെ നമുക്കറിയാം, ആ ബൈത്തൊക്കെ നമുക്കറിയാം. കളവ് പറയൽ ഈമാൻ നഷ്ടപ്പെടും. കലിമ പറയാൻ പറ്റൂല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടെ മരിക്കാൻ പറ്റൂല കള്ളം പറഞ്ഞാൽ. കളവ് പറയുന്നവരും അധികാരികൾ കളവ് പറഞ്ഞാലും അതുപോലെ കളവ് പറയുന്നവർക്കും അള്ളാഹുവിന്റെ കരുണ പ്രതീക്ഷിക്കണ്ട. 11-ാമത്തത് പറഞ്ഞു, ഭാര്യയുടെ പിന്നിലൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവൻ അള്ളാഹുവിന്റെ കരുണ പ്രതീക്ഷിക്കണ്ട. നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. ഭാര്യയുടെ പിൻദ്വാരത്തിൽ ശാരീരിക സുഖമെടുക്കുന്നവൻ അവൻ അള്ളാഹുവിന്റെ കരുണ പ്രതീക്ഷിക്കണ്ട. അദാബൻ ശദീദ, അവനും അള്ളാഹുവിന്റെ അദാബുണ്ട് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. 12-ാമത്തത് പറഞ്ഞു, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായം ചെയ്തുപോയ സ്വവർഗരതി ചെയ്യുന്നവർക്കും അള്ളാഹുവിന്റെ കരുണ പ്രതീക്ഷിക്കണ്ട. ഈ 12ഓളം വിഭാഗം വിശദീകരിക്കാനുണ്ട്. പക്ഷേ ഞാൻ ഈ സമയച്ചുരുക്കം കൊണ്ട് കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദർ എന്ന ചാനലിലൂടെ ഈ 12 കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. ഒരാൾക്കും ഒരു സമയം നീട്ടിത്തരൂല. വിസ തീർന്ന അപ്പോഴേ നമ്മൾ പോയേ പറ്റൂ. അസ്രായേൽ വന്ന് കാത്തു നിൽക്കും. പിന്നെ അവിടെ ചോദ്യം പറച്ചിലും കരച്ചിലും പിഴിച്ചിലും ഒന്നുമില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ചെയ്തു പോയ അദാബുകൾ, തെറ്റുകളെല്ലാം റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ് നമ്മൾ അള്ളാഹുവിലേക്ക് എടുക്കാൻ കഴിയണം. ഈ 12 തെറ്റുകൾ ഏതെങ്കിലും ഒന്ന് ചെയ്താലും നമ്മൾ നരകത്തിലാണ്. പിന്നെ 50-60 കൊല്ലം ജീവിച്ച വെറുതെയാണ്. അതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങിക്കോ. അള്ളാഹുവിലേക്ക് പരിശുദ്ധമായ റജബിന്റെ സുന്ദരമായ രാവിരവുകൾ കടന്നു വരുമ്പോൾ പൊട്ടിത്തകർന്ന മാനസത്തോടെ, ഖേദത്തോടെ അള്ളാഹിലേക്ക് അടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഉറപ്പായും അള്ളാന്റെ മാസമല്ലേ, വാനലോകത്തെല്ലാ മാലാഖമാര് കാത്തു നിൽക്കുന്ന സന്ദർഭമാണ്. നിങ്ങൾക്ക് പുറത്തു തരാൻ ഉറപ്പായും നിങ്ങൾക്ക് പുറത്തു തരുമെന്നാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹു പാപമോചനം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുന്ന അമലാക്കി അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ 12 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇത് കേൾക്കുമ്പോൾ ആരെങ്കിലും ഒരാളത് ഒഴിവാക്കിയാൽ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. നിങ്ങളും ദുആ ചെയ്യും. അതോടൊപ്പം ഇനി ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരമെന്ന ആത്മീയ മജ്ലിസ്, ഇൻഷാ അല്ലാഹ് ആ പരിശുദ്ധമായ മജ്ലിസും നിങ്ങൾ പങ്കെടുക്കുക. മഹാന്മാരുടെ ചരിത്രം പാടിപ്പറഞ്ഞ് തിബ്ബുസ്സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ഒക്കെ ചൊല്ലുന്ന മജ്ലിസാണ്. അല്ലാഹ് കബൂലാക്കട്ടെ. പുതിയ ഒരറിവുമായി കണ്ടുമുട്ടാം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ വീഡിയോ കിട്ടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.